പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തേതൊരു വ്ളോഗാണ് കേട്ടോ, ഒരു ഫാമിലി വ്ളോഗ്. ഇന്നലെ ആയിരുന്നു ഹസ്ബൻഡിൻ്റെ അപ്പൻ്റെ, അതായത് മാമൻ്റെ ആദ്യത്തെ ചരമവാർഷികം. 1 വർഷമായി കേട്ടോ മാമൻ മരിച്ചിട്ട്. അപ്പോൾ ഇന്നലെ കുറേ ബന്ധുക്കളും നമ്മുടെ അടുത്ത സുഹൃത്തുക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പന്തലും കാര്യങ്ങളൊന്നും അഴിച്ചിട്ട് പോയിട്ടൊന്നുമില്ല. അപ്പം അനിയത്തി ഉണ്ടായിരുന്നു, അവളിന്ന് രാവിലെ തന്നെ തിരിച്ച് പോയി നാഗർകോവിലേക്ക്. പിന്നെ ഉച്ചക്കലത്തേക്ക് നമ്മൾ ചിക്കനൊക്കെ മേടിച്ചായിരുന്നു. ഇന്നിപ്പം ആലുവയിലുള്ള നാത്തൂനുണ്ട്, പിന്നെ ട്രിവാൻഡ്രത്തെ നാത്തൂൻ ഇന്നലെ രാത്രി തന്നെ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്ന് നമുക്ക് ചോറ് വെക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ. ഇന്നലത്തെ ഒത്തിരിയും ചോറും കുറച്ച് കറികളൊക്കെ ബാക്കി വന്നു. കുറേയൊക്കെ നമ്മുടെ ബന്ധുക്കളൊക്കെ കുറച്ചൊക്കെ കൊണ്ടുപോയി. പിന്നെ ചോറ് എന്തായാലും കളയണ്ടെന്ന് വെച്ച് അത് വെച്ചൂറ്റി വെച്ചു. പിന്നെ ചിക്കൻ വീഡിയോ ഒന്നും എടുത്തില്ല, നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് എപ്പോഴും ഉണ്ടാക്കുന്നത് പോലെ തന്നെ. അപ്പോൾ ഇതിൽ സ്പെഷ്യലായിട്ട് കാണിക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ളൊരു ബീൻസ് തോരൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ 2-3 ദിവസത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കാരണം ഇന്നങ്ങനെ എനിക്ക് ഒരുപാട് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. നമ്മളിത് ചീനിച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കടുക്, വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ പൊട്ടിച്ചു കൊടുക്കുവാണ്. ഇന്നലെ ഒരുപാട് ബന്ധുക്കളും നമ്മുടെ അടുത്ത സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ മാമന് എന്ന് പറഞ്ഞാൽ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ വീഡിയോ ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കാണാനൊക്കെ. ഈ ഒരു ചാനൽ എനിക്ക് ഒരുപാടൊന്നും ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല. മാർച്ചിലാണ് ചാനൽ തുടങ്ങിയത്, ജൂണിലാണ് മാമൻ നമ്മളെ വിട്ടുപോയത്. അപ്പോൾ എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്കൊക്കെ അറിയായിരിക്കും, എനിക്കിതിന് മുമ്പ് ഒരു ചാനലുണ്ടായിരുന്നു. ആ ചാനൽ പോയത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ചാനലിൽ മാമനെ ഒത്തിരി കാണിച്ചിട്ടുണ്ട് കേട്ടോ. മാമൻ കുക്ക് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്, മാമൻ്റെ ബർത്ത്ഡേയുടെ അന്നത്തെ വിശേഷങ്ങളും കേക്ക് കട്ടിങ്ങും വായനയും എല്ലാം കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടതുകൊണ്ട് എനിക്കിനി വ്യൂ ഒന്നും കിട്ടത്തില്ല. പക്ഷേ നമ്മുടെ നല്ല നല്ല ഫാമിലി മുഹൂർത്തങ്ങളൊക്കെ കാണണമെന്ന് ഉള്ളവർക്ക് ടെംപ്റ്റിംഗ് റെസിപ്പീസ് ആൻഡ് വ്ളോഗ്സ് എന്നുള്ള ചാനൽ കയറി കാണാം. അതിനിടയ്ക്ക് നമ്മൾ ഈ ഒരു ബീൻസ് തോരനിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് വെള്ളവും കൂടി ഇട്ടിട്ട് ഇത് വേവിക്കാനായിട്ട് കടച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. ആ ഒരു സമയം കൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു വളരെ കുറച്ച് എരിവുള്ള മുളക് പൊടിയും പിന്നെ ഒരു ഉണ്ടമുളകും, കുറച്ച് ജീരകപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും 3-4 വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പില തണ്ടോട് കൂടി അതും കൂടി ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചതിന് ശേഷം ഈ തോരനിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുവാണേ. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഉണ്ടെങ്കിൽ ആ ബെല്ലൈക്കണൊക്കെ പ്രസ് ചെയ്ത് ബെല്ലൈക്കണം അതിൻ്റെ കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടണൊക്കെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇനിതേ നമുക്ക് ഈ ഒരു അരപ്പ് വേകാനായിട്ട് മൂടി വെച്ച് കൊടുക്കാം. ഇനി ഇത് തട്ടിപ്പൊത്തി ഒരു 3-4 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം തുറന്ന്, അപ്പോൾ ഉപ്പ് കുറവായിരുന്നുകൊണ്ട് ഞാനൊരു ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ചിക്കി തോർത്തി വെള്ളമയമൊക്കെ വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ ഒരുപാട് ജോലിയുണ്ട് കേട്ടോ. ഇന്നത്തെ ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളും ബാക്കി വന്ന വേസ്റ്റൊക്കെ കുഴിച്ച് മൂടുന്നതൊക്കെ. അപ്പം അതൊന്നും ഞാനല്ല ചെയ്യുന്നത്, കുറേയൊക്കെ രാവിലെ ഹസ്ബൻഡ് ചെയ്ത് തന്നു. പിന്നെ വേസ്റ്റ് കുഴിച്ച് മൂടുന്നതൊക്കെ മോനെ കൊണ്ടൊക്കെ ചെയ്യിക്കാനുണ്ടായിരുന്നു. ഇന്നിപ്പോൾ കഴിക്കാനിരിക്കുന്നത് എൻ്റെ മോനും പിന്നെ നാത്തൂൻ്റെ മക്കളും പിന്നെ ഹസ്ബൻഡിൻ്റെ കസിൻ്റെ മോനും ഇവിടെ ഉണ്ടായിരുന്നേ. +2 എക്സാമൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുവാണ്. മോനും കൂടെ ഉണ്ടായിരുന്നു. പിള്ളേർ ഷർട്ടൊന്നും ഇടാതിരുന്നതുകൊണ്ട് ഞാനങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പോയില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കഴിക്കാനിരുന്നു. ഞാനും നാത്തൂനും മോളും കൂടി ഇരുന്നു. പിന്നെ ചിക്കൻ കറിയും അതുപോലെ തന്നെ കപ്പയും ബീൻസ് തോരനും ഈ ഒരു വെളുത്തുള്ളി അച്ചാർ അനിയത്തി നാഗർകോവിലിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് ഇതിന്. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. പിന്നെ മോര് കാച്ചിയത് ഇന്നലത്തെയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഒന്നും ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെ പിന്നെ നമ്മളതൊക്കെ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.